നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മല്ലു ഹെൽപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് വേറൊരു എക്സൽ വീഡിയോ ആണ്. ഈ എക്സൽ വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ നമ്മൾ എന്താ പറയാ സമ്മും വീലുക്കപ്പും കൂടി ഒരുമിച്ച് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. സോ ഇത് നിങ്ങളുടെ ഒരു എംപ്ലോയി ഐഡിയ ആണ്, ഒരു ഡേറ്റയാണ്. കുറച്ച് എംപ്ലോയീസ് ജനുവരിയിൽ മുതൽ മെയ് മാസം വരെ അവർ അച്ചീവ് ചെയ്ത ടാർഗറ്റ്സ് ഉള്ള ഒരു ഡീറ്റെയിൽ ആണ് ഈ ഒരു എക്സലിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി ഇത് നമുക്കൊരു വലിയൊരു ഡേറ്റയാണെന്ന് വെക്കുക. സോ ഈ ഡേറ്റയിൽ നിന്ന് നിങ്ങളുടെ മാനേജറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഒഫീഷ്യൽസോ നിങ്ങളോട് പറയുകയാണ്, സോ എനിക്ക് ഒരു ഡേറ്റ വേണം. ആ ഡേറ്റയിൽ ഞാനൊരു എംപ്ലോയി ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ എംപ്ലോയിയുടെ പേര്, ആ എംപ്ലോയി ടോട്ടൽ സെയിൽസ് ഈ 5 മാസത്തിൽ എത്ര ചെയ്തിട്ടുണ്ട് എന്ന് അറിയണം. അതിന്റെ ആവറേജ് സെയിൽസ് അറിയണം. ആവറേജ് സെയിൽസ് അപ്പൊ എത്ര വരും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുകയാണ്. അപ്പൊ നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത്. സോ ഇതൊരു ഡേറ്റ എന്ന് വെക്കുക. സോ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയി ഐ ഡി ഇടുന്നൂടെ. ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് എംപ്ലോയിയുടെ പേര്, പിന്നെ അവരുടെ ടോട്ടൽ സെയിൽസ്, പിന്നെ അവരുടെ ആവറേജ് സെയിൽസ്, ഇത്രയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ? ഓക്കെ, സോ ഇത്രയും കാര്യമാണ് നിങ്ങളുടെ മാനേജർ ചോദിക്കുന്നത്. ഇത്രയും കാര്യം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം എന്നാണ് മാനേജർ പറയുന്നത് വിചാരിക്കുക. ഓക്കെ, സോ ശ്രദ്ധിക്കുക. ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യമായിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നെയിം എന്ന് പറയുന്ന സെക്ഷൻ, ഈ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന സെക്ഷനിലാണ് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇവിടെ വാല്യൂ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1509 എന്ന് പറഞ്ഞ് ഈ ഒരു എൻട്രി ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ പേര്, ടോട്ടൽ സെയിൽസ്, ആവറേജ് സെയിൽസ് ഇവിടെ താഴെ വരണം എന്നാണ് നമ്മൾ അജണ്ട. സോ അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നെയിമിന്റെ ഭാഗത്ത് നോർമൽ VLOOKUP ആണ് നമ്മൾ ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു VLOOKUP. എന്നിട്ട് സെലക്ട് ചെയ്യേണ്ട ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഈ എംപ്ലോയി ഐ ഡി ഇവിടെ കൊടുക്കുന്ന വാല്യൂ ആണ്. സോ ഈ എം ടി കോളം നമ്മൾ സെലക്ട് എം ടി സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് കോമ കൊടുക്കുക. ഇനി ടേബിൾ അറേ എന്ന് പറയുന്നത് ഏത് ടേബിളാണ് വാല്യൂ എന്നുള്ളത്. ഇപ്പൊ നമ്മളിത് മൊത്തത്തിലുള്ള ഈ ടേബിളാണ് വാല്യൂ ഉള്ളത്. ഇനി നമുക്ക് കൊടുക്കുമ്പോൾ ഏതാണ് നമ്മൾ ഈ എംപ്ലോയി ഐ ഡി സംഭവം കൊടുക്കുമ്പോൾ ഏത് വാല്യൂ ആണ് വരേണ്ടത്? രണ്ടാമത്തെ കോളത്തിലുള്ള പേരാണ് വരേണ്ടത്. സോ നമ്മൾ 2 എന്ന് കൊടുക്കുന്നു. എക്സാക്ട് വാല്യൂ കിട്ടാൻ വേണ്ടി 0 എന്ന് കൊടുക്കുന്നു. ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഇടുന്നു. സോ ഇവിടെ തൽക്കാലം എറർ ആണ് കാണിക്കുള്ളൂ. അടുത്തത് ടോട്ടൽ സെയിൽസ്. ടോട്ടൽ സെയിൽസ് ഇവിടെയാണ് നമ്മൾ സം പ്ലസ് VLOOKUP എന്ന ഫോർമുല ഉപയോഗിക്കുന്നത്. എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഈസ് ഈക്വൽ ടു ആദ്യം നമ്മൾ സം എന്ന് കൊടുക്കുക. സം എന്ന് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് VLOOKUP എന്നുള്ളിൽ ടൈപ്പ് ചെയ്യുക. ഈ VLOOKUPിനുള്ളിൽ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ എംപ്ലോയി ഐ ഡി ഇവിടെ കൊടുക്കുന്ന എംപ്ലോയി ഐ ഡി ആണ്. സോ എംപ്ലോയി ഐ ഡി കൊടുക്കുന്നു, കോമ കൊടുക്കുക. ഇനി അടുത്തത് സെലക്ട് ചെയ്യാൻ പറയുന്നത് ടേബിൾ അറേ പറയുന്നത് ഈ മൊത്തത്തിലുള്ള ടേബിൾ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. സോ കോമ കൊടുക്കുന്നു. ഇനി നമുക്ക് കോളം ഇൻഡെക്സ് നമ്പർ, അതായത് ഏതൊക്കെ കോളത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് എംപ്ലോയി ഐ ഡിയിൽ നിന്നും എത്രാമത്തെ കോളത്തിലാണ് ആദ്യത്തെ മാസം വരുന്നത്? സോ ഇത് 1 എന്ന് നമ്മൾ എംപ്ലോയി ഐ ഡി എടുക്കുകയാണെങ്കിൽ 2, 3ാമത്തെ കോളമാണ് എംപ്ലോയി ഐ ഡി. സോ 3 എന്ന് പറയുന്നത് ജനുവരി, 4 എന്ന് പറയുന്നത് ഫെബ്രുവരി, 5 എന്ന് പറയുന്നത് മാർച്ച്, 6 ഏപ്രിൽ, 7 മെയ്. സോ നമ്മളിവിടെ കർലി ബ്രാക്കറ്റിനുള്ളിൽ 3, 4, 5, 6, 7 എന്ന് കൊടുക്കുന്നു. കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഒരു കോമ കൊടുക്കുക. ട്രൂ എന്ന് പറയുന്ന വാല്യൂവിന് വേണ്ടി നമ്മൾ 0 എന്ന് കൊടുക്കുന്നു. 2 തവണ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നു. സോ എറർ വന്നു. ഇനി അടുത്തത് ആവറേജ് സെയിൽസ് എന്ന വാല്യൂ ആണ്. ആവറേജ് സെയിൽസിന് വേണ്ടി നമ്മൾ ടോട്ടൽ സെയിൽസ്, അതായത് ഇതിന്റെ മുന്നത്തെ കോളം, ഈ കോളം ടോട്ടൽ സെയിൽസ് ഡിവൈഡഡ് ബൈ എത്ര മാസം? 5 മാസം ഡീറ്റെയിൽ ആണ്. സോ 5 എന്ന് കൊടുത്താൽ ആവറേജ് സെയിൽസും വന്നു. ഇനി അടുത്തത്, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇവിടെ എംപ്ലോയി ഐ ഡി കൊടുക്കുകയാണ്. സോ ആദ്യമായിട്ട് നമ്മൾ രാമൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ എംപ്ലോയി ഐ ഡി 14234 അതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. 14234 എൻ്റർ ചെയ്തു. ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയുടെ പേര്, ടോട്ടൽ അവർ ചെയ്ത വാല്യൂ, ആവറേജ് സെയിൽസ് എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആവറേജ് നമുക്ക് ഡെസിമൽ ആക്കണം. അതിനായിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ഈ ഒരു ഡെസിമൽ വേണ്ടാന്നുണ്ടെങ്കിൽ സോ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വയ്ക്കുന്നു. ഇപ്പൊ ഈ ടോട്ടൽ വാല്യൂ നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഞാൻ ജസ്റ്റ് ഡെമോന് വേണ്ടി നമ്മൾ ജസ്റ്റ് സം എടുത്ത് കാണിക്കാം. സം എന്ന് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽസിന്റെ സം ഞാൻ എടുക്കുന്നു. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓട്ടോമാറ്റിക്കലി രാമൻ എന്ന് പറയുന്ന വ്യക്തിയുടെ
സം നോക്കുക 901594 901594. ഓക്കെ, സോ ഇനി അതല്ലാതെ നമ്മൾ ഇവിടെ ഞാൻ വേറെ ഒന്നിട്ടാണ് 14043 എൻ്റർ ചെയ്യുന്നു, പേര് വന്നു. ഇനിയിപ്പോൾ ഈ എംപ്ലോയി ഐ ഡി ഇല്ലാത്ത ഡീറ്റെയിൽസ് എന്തെങ്കിലും 14123 എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇതിൽ എംപ്ലോയി ഐ ഡി എവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം എന്നെ എന്ന് കാണിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് സം പ്ലസ് VLOOKUP ഫോർമുല നമ്മൾ എക്സലിൽ ഉപയോഗിക്കേണ്ടത്. സോ വീഡിയോ വ്യക്തമായി വിചാരിക്കുന്നു. ഒരു കൊച്ചു വീഡിയോ ആണ്. എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. കൂടുതൽ മനോഹരമായ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും എല്ലാ കൂട്ടർക്കും നന്ദി, നമസ്കാരം.